വിശ്വസമുദ്ര കമ്പനി കരാർ ഏറ്റെടുത്തിരിക്കുന്ന ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് ഡാണാപ്പടി മുതൽ കായംകുളം വരെയുള്ള അപ്ഡേറ്റാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്ത്. നമ്മൾ വീഡിയോ എടുത്ത ദിവസം 21/1/2025 ചൊവ്വാഴ്ച രാവിലെ 7 മണിയായപ്പോൾ എടുത്ത വീഡിയോ ആണ്. അത് അന്ന് അവധിയുള്ള ദിവസമൊന്നുമല്ല, എന്നിട്ടും രാവിലെ വന്ന് എടുക്കണം, അല്ലെങ്കിൽ തിരക്കായി കഴിഞ്ഞാൽ അറിയാമല്ലോ, ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റത്തില്ല, പല സ്ഥലങ്ങളിൽ നമ്മൾ സ്റ്റക്കായിപ്പോവും. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ പഴയ വീഡിയോക്കായി കുറച്ചും കൂടെ സ്പീഡിലായിട്ടാണ് ഓടിച്ചു വിടുന്നത്. നമുക്ക് പല മാധ്യമങ്ങളിൽ നിന്നും കുറച്ച് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു, പല സ്ഥലത്തുമായിട്ട് തന്നെ മണ്ണടിച്ച് നികത്തുന്നെന്നുള്ളൊരു വാർത്ത വന്നിരുന്നു. അപ്പം ആ ഒരു കാരണം കൊണ്ട് ഒന്ന് കറങ്ങിയതാണ്. അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ല ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. അരൂരിലെ കുറച്ച് ഭാഗം, അരൂർ നമ്മൾ ടോൾ പ്ലാസ കഴിഞ്ഞിട്ട് പണി നടക്കുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് കുറച്ച് സ്ഥലം മാത്രമേ മിസ്സായി പോയിട്ടുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ കാറിനകത്ത് ഒട്ടിച്ചു വെക്കുന്ന സാധനം ഉണ്ടല്ലോ, ഗ്ലാസ്സിൽ പിടിപ്പിക്കുന്ന നമ്മുടെ മൊബൈൽ ഹോൾഡർ, ആ സാധനം പഴയത് പോയി. അത് ഗ്ലാസ്സിനകത്തുനിന്ന് ഇങ്ങനെ ഉരുകി ഇളകി അങ്ങ് പോയി. അപ്പം പിന്നെ പുതിയതൊരെണ്ണം മേടിച്ച് വെച്ചിട്ടാണ് ഞാനത് വീഡിയോ എടുത്തത്. ഓച്ചറ വരെയായിട്ട് കിട്ടിയിട്ടുണ്ട്. അരൂരിലെ കുറച്ച് സ്ഥലം മാത്രമേ മിസ്സായി പോയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മാധവ ജംഗ്ഷനിലായിട്ടാണ് എത്തിയിരിക്കുന്നത്. തൂണുകൾ ഇത്രയും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മുമ്പോട്ട് പോകുമ്പം ഗർഡറുകളാണ് നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് ഇവിടത്തേക്കും, പിന്നെ നമ്മുടെ ഹരിപ്പാട് വരുന്ന ഫ്ലൈ ഓവറിലേക്കും വേണ്ടിയിട്ടുള്ള ഗർഡറുകളാണ് ഈ ഒരു ഭാഗത്ത്. പിന്നെ ഇവിടെ വലത്തേ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മണ്ണടിച്ച് നികത്തുന്നുണ്ട്. പല സ്ഥലത്ത് ചേപ്പാട് ഭാഗത്തൊക്കെ ആയിട്ട് കുറച്ച് മണ്ണടിച്ച് നികത്തുന്നുണ്ട്. പല വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ ഒരു മാസത്തിന് ശേഷമാണ് ഇപ്പം ഈ ഒരു ഭാഗത്തെ വീഡിയോ എടുക്കുന്നത്, ഹരിപ്പാട് ഡാണാപ്പടി മുതൽ കായംകുളം വരെയുള്ള. അപ്പോൾ കുറച്ചൊക്കെ പണി നമുക്കൊരു മാസം കൊണ്ട് തീർക്കേണ്ട കുറച്ച് പണികൾ അത്രയും എനിക്ക് തോന്നിക്കുന്നത് ഫിനിഷ് ആയിട്ടില്ലെന്ന് തോന്നുന്നു. കുറച്ച് സ്ലോയിലായിട്ടാണ് ഹരിപ്പാട് ഭാഗത്ത് ഇപ്പോഴും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പം തൂണിൻ്റെ മുകളിൽ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഹരിപ്പാട് ഭാഗത്ത് കുറച്ച് മണ്ണ് കൊണ്ടുവന്ന് അടിച്ച് നികത്തി എടുത്തിട്ടുണ്ട്. ഉടനെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തേക്ക് പണികൾ തുടങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. മിക്കവാറും കിഴക്കേ സൈഡ് വരുന്ന ഭാഗത്തായിട്ടായിരിക്കും സർവീസ് റോഡ് വരാനുള്ള സാധ്യതയുള്ളൂ. എങ്കിലും അവർ രണ്ട് സൈഡിലും ഇപ്പം ഇവിടെ RK ജംഗ്ഷൻ ഭാഗം എത്തുന്ന ഭാഗത്തായിട്ടൊക്കെ വരുമ്പം ഇവിടെയും മണ്ണ് നല്ല രീതിയിൽ തന്നെ അടിച്ച് നികത്തി എടുത്തിട്ടുണ്ട്. പിന്നെ പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ KCC ബിൽക്കോൺ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്, അതായത് പറവൂര് മുതൽ തുറവൂര് വരെയുള്ള റീച്ച് ഏറ്റെടുത്തിരിക്കുന്ന KCC ബിൽക്കോണിന് വേമ്പനാട്ട് കായലിൽ നിന്ന് മണ്ണ് ഡ്രഡ്ജ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി കിട്ടിയിട്ടുണ്ടെന്നുള്ള ഒരു പുതിയൊരു വാർത്ത നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഷെയർ ചെയ്ത് തന്നത് സഫാരി ടൈൽ എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു ചേട്ടനാണ്. പുള്ളി കൂടുതലും ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ അപ്ഡേറ്റാണ് ചെയ്യുന്നത്. ഇപ്പം അവിടെയും വർക്ക് ഇപ്പം സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട്. അവിടെയും മണ്ണ് കൊണ്ടുവന്ന് അടിച്ച് ഇടുന്ന പണികൾ ഉടൻ തന്നെ തുടങ്ങുമെന്ന് അദ്ദേഹം എനിക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പം പുള്ളിയുടെ ചാനൽ ഞാനിതിനകത്ത് മെൻഷൻ ചെയ്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പം ആ ചാനലിനകത്ത് ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെയൊക്കെ കുറച്ചൊക്കെ വീഡിയോ അതിനകത്തും വരുന്നുണ്ട്. നമ്മളിപ്പം ഹരിപ്പാട് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ നങ്ങ്യാർകുളങ്ങര ഭാഗത്തേക്കാണ് പോകുന്നത്. ഇപ്പം ഇവിടുത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വരിക്ക് വലത്തേ സൈഡിലായിട്ട് ടാർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം വലതുഭാഗത്തുകൂടിയാണ് വാഹനങ്ങൾ ഇങ്ങോട്ട് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിപ്പാട് ഭാഗത്തോട്ട് കായംകുളത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം വേഗത്തിലായിട്ടായിരിക്കും നമ്മൾ നങ്ങ്യാർകുളങ്ങരയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് നേരെ ഹരിപ്പാട് ഭാഗത്തോട്ട് വരുമ്പം ഇച്ചിരി ശ്രദ്ധിച്ച് വരണം. അവിടെ എത്തുമ്പം പിന്നെ വണ്ടി സ്ലോ ആക്കി വന്നില്ലെങ്കിൽ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. പഴയ റോഡ് ഈ ഒരു ഭാഗത്തെ പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. അങ്ങോട്ട് പോകുന്ന വാഹനങ്ങൾ ഇപ്പോഴും നിലവിൽ സർവീസ് റോഡ് ടാർ ചെയ്ത ഭാഗത്തുകൂടിയാണ് കടന്നു പോകുന്നത്. മുമ്പ് നമുക്ക് ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ വീഡിയോ കൂടുതൽ അപ്ഡേറ്റ് തന്നുകൊണ്ടിരുന്നത് ഷമീർ ആയിരുന്നു. 3T വീഡിയോസ് ബൈ ഷമീർ. അദ്ദേഹമായിരുന്നു കൂടുതൽ നമുക്ക് വീഡിയോസ് കാണിച്ചു തന്നുകൊണ്ടിരുന്നത്. അത് കണ്ടിട്ടാണ് പിന്നെ ഞാൻ പോയി വീഡിയോ എടുക്കുന്നത്. അദ്ദേഹം ഇപ്പം കൂടുതലും വീഡിയോസ് സൊമാറ്റോ വ്ളോഗാണ് ചെയ്യുന്നത്. അദ്ദേഹം ഇപ്പം എറണാകുളത്താണ്. അദ്ദേഹം ഉടൻ തന്നെ വീണ്ടും കൊല്ലം ഭാഗത്തെയും ഒക്കെ വീഡിയോ ചെയ്യുമെന്ന് കരുതുന്നുണ്ട്. അപ്പം നമ്മൾ നങ്ങ്യാർകുളങ്ങര ഭാഗത്തായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഇപ്പോഴും നിൽപ്പുണ്ട്. അത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, പൂർണ്ണമായിട്ടുള്ള ആ ഒരു വീഡിയോയ്ക്കകത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഈ ഒരു ഫ്ലാറ്റിനകത്ത് ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പം അവർക്ക് നഷ്ടപരിഹാരം കിട്ടിയതിന് ശേഷം മാത്രമേ ചിലപ്പം അത് പൊളിച്ചു മാറ്റാനുള്ള സാധ്യതയുള്ളൂ. എപ്പോഴും നിലവിൽ ചർച്ചയിലിരിക്കുന്ന ഒരു വിഷയമാണ് ഈ വലത്തേ സൈഡിൽ കാണുന്ന ഫ്ലാറ്റ്.
പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഒരു 3 തൂണുകൾ നങ്ങിയാർകുളങ്ങര കവലയിൽ അതിൻ്റെ പിയർ ക്യാപ്പിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് ഇവിടെ വലതുഭാഗത്തായിട്ട് തന്നെ റിട്ടൈനിങ് വാൾ ഉയർത്തുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലത്തേ സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് തന്നെ മെറ്റിലൊക്കെ ഇട്ട് നിരത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗവും ടാർ ചെയ്ത് കുറച്ച് ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെ മുമ്പോട്ട് വരുന്നത് നമ്മൾ NTPC ജംഗ്ഷൻ ഭാഗത്തായിട്ട് വരുന്ന അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. അപ്പം ഇവിടുന്ന് അവിടെ വരെ നല്ല രീതിയിലുള്ള പണി കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്തേക്ക് പല സ്ഥലങ്ങളിലുമായിട്ടും പണി പുരോഗമിക്കാനുണ്ട്. പിന്നെ മുമ്പോട്ട് വരുന്നിടത്തായിട്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ കാണാൻ പറ്റും ഒരു കൾവർട്ടിൻ്റെ നിർമ്മാണം വലത്തേ സൈഡിലായിട്ട് കുറച്ചും കൂടെ പണി നടക്കുന്നുണ്ട്. അത് ഇച്ചിരി കൂടെ മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് വലത്തെ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവിടെ ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ബോക്സ് കൾവർട്ടല്ല, അല്ലാതെ തന്നെ കമ്പിയൊക്കെ വെച്ചിട്ട് അവിടെ തന്നെ വെച്ച് കോൺക്രീറ്റ് ചെയ്യുന്ന ഒരു പണിയാണ്. അതുകൊണ്ട് ഇപ്പം ഈ ഒരു ഭാഗത്തായിട്ട് ആണ് അതിൻ്റെ നിർമ്മാണം നടക്കുന്നത്. ഇനി നമ്മൾ നേരെ NTPC ജംഗ്ഷൻ ഭാഗത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. അവിടെയാണ് ഇപ്പം മണ്ണ് കുറച്ചും കൂടെ കൊണ്ടുവന്ന് അടിച്ച് നികത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മുമ്പോട്ട് വരുമ്പം NTPC ജംഗ്ഷൻ ഭാഗത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ അടുത്ത് മാത്രമായിട്ടല്ല മണ്ണടിച്ച് നികത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ രാമപുരം ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട് വരുമ്പോഴും അവിടെയും മണ്ണടിച്ച് നികത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമുക്കത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഡ്രോൺ വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് തോന്നിക്കുന്ന കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ള സ്ഥലം നമുക്ക് കവർ ചെയ്ത് കാണാൻ പറ്റും. എങ്കിലും എത്രമാത്രം ഹൈറ്റിലാണെന്നുള്ളത് നമ്മുടെ കഴിഞ്ഞ പൂർണ്ണമായിട്ടുള്ള വീഡിയോയ്ക്കകത്ത് നമുക്കത് അറിയാൻ പറ്റും. പക്ഷേ ഡ്രോൺ വീഡിയോയ്ക്കകത്ത് എത്രമാത്രം ഹൈറ്റിലായിട്ടുള്ളതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും മണ്ണ് കൊണ്ടുവന്ന് അടിച്ചിട്ടില്ലായിരുന്നു. വലതുഭാഗത്തൊക്കെ പുല്ല് കളിച്ചിരിക്കുന്നതായിട്ടായിരുന്നു നമുക്കിപ്പോഴും കാണുന്നത്. അപ്പം ഈ ഒരു ഭാഗത്തായിട്ട് കുറേ ലോഡ് മണ്ണ് കൊണ്ടുവന്ന് ഇവിടെ അടിച്ച് നികത്തി എടുത്തിട്ടുണ്ട്. ഇനിയും മണ്ണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്നിടാനുള്ള സാധ്യതയാണ് കാണുന്നത്. അത്രയും പൊങ്ങി വരാനുണ്ട്. നമ്മൾ NTPC ജംഗ്ഷൻ ഭാഗത്തെ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം കഴിഞ്ഞ് പിന്നെ നമ്മളിനി നേരെ വരുന്നത് ചേപ്പാട് ഭാഗത്തേക്കാണ് വരുന്നത്. അപ്പം ഇവിടെ ഇത്രയും ഭാഗത്തായിട്ട് തന്നെ അവർ മണ്ണടിച്ച് നികത്തി എടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ വരുന്ന എൻ്റെ ഭാഗത്തായിട്ട് തന്നെ ഒരു കൾവർട്ടിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. പിന്നെ ചേപ്പാട് ഭാഗത്തോട്ട് എടുക്കുമ്പം 2 സൈഡിലുമായിട്ടാണ് ചേപ്പാട് ഭാഗത്തായിട്ട് നിർമ്മിക്കുന്ന വയഡക്റ്റിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകളുടെ നിർമ്മാണം 2 സൈഡിലായിട്ടാണ് നിർമ്മാണം നടക്കുന്നത്. അപ്പോൾ നമ്മൾ ചേപ്പാട് ഭാഗത്തായിട്ട് വരുമ്പോൾ വയഡക്റ്റിൻ്റെ തൂണുകളുടെയൊക്കെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം തൂണിൻ്റെ മുകളിലായിട്ട് വരുന്ന പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അതിൽ 4 എണ്ണത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. 4 പിയറുകളുടെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. 5ാമത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ നമുക്ക് മുമ്പോട്ട് വരുമ്പം കാണാൻ പറ്റും. നമ്മൾ മുമ്പോട്ട് വരുമ്പം നിലവിലിപ്പം വയഡക്റ്റിൻ്റെ നിർമ്മാണം നടക്കുന്നതിൻ്റെ തൊട്ട് ഇടതുഭാഗത്തുകൂടിയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ വയഡക്റ്റിൻ്റെ 6ാമത്തെ തൂണിലും ഇപ്പം സ്പാനുകൾ വെച്ചിട്ടുണ്ട് പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട്. അപ്പം ഇതാണ് വയഡക്റ്റിൻ്റെ പുതിയ അപ്ഡേറ്റ്. ഇത്രയും പണികളാണ് ചേപ്പാട് ഭാഗത്തായിട്ട് വരുന്ന ആലപ്പുഴ ജില്ലയിലെ NH66 ആലപ്പുഴ ജില്ലയിലെ ഏക വയഡക്റ്റാണെന്ന് തോന്നുന്നു. ഈ ഒരു ഭാഗത്തായിട്ടാണ് നിർമ്മാണം നടക്കുന്നത്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പം രാമപുരം ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. അപ്പം ഇവിടെ ഇത്രയും ഭാഗത്തായിട്ട് തന്നെ ഗർഡറുകളുടെ നിർമ്മാണവും ഇത്രത്തോളം കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ പിന്നെ വേറെ വലിയ പണികളൊന്നും നടന്നിട്ടില്ല. ഇവിടെ ഇപ്പം നോക്കുമ്പം സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ഇടത്തേ സൈഡിലായിട്ട് ഒന്ന് നിരത്തി എടുത്തിട്ടുണ്ട്. ഇപ്പം ഇനി വലത്തേ സൈഡിൽ ഈ ഗർഡറുകളൊക്കെ എടുത്ത് വയഡക്റ്റിൻ്റെ മുകളിൽ വെക്കാതെ ഇനി വലതുഭാഗത്തായിട്ടുള്ള പണികളൊന്നും തുടങ്ങുമെന്ന് തോന്നുന്നില്ല. പിന്നെ നമ്മളിനി രാമപുരം ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. ഇവിടെ ഇത്രത്തോളം പണി നടന്നിരിക്കുകയാണ്. എനിക്ക് തോന്നിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതിൽ നിന്നും മാറ്റമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാമപുരം ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് വരുമ്പം ആ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ലോഡ് മണ്ണ് കൊണ്ടുവന്നിട്ട് നിരത്തിയെടുത്തിട്ടുണ്ട്. ഇവിടുത്തെ കാര്യമാണ് പറഞ്ഞത്. നമുക്കിപ്പം ഡ്രോൺ വീഡിയോക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം ഹൈറ്റിലായിട്ടാണെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷേ കഴിഞ്ഞ നമ്മുടെ ആ ഒരു കാറിനകത്ത് മൊബൈൽ വെച്ച് റെക്കോർഡ് ചെയ്തിട്ടുള്ള ആ വീഡിയോയ്ക്കകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ഹൈറ്റിലായിട്ടാണ്. നല്ല ഒരു ആളിൻ്റെ പൊക്കത്തിലായിട്ട് തന്നെയാണ് ഇവിടെ ഇപ്പം വലതുഭാഗത്തായിട്ട് ഇത്രയും മണ്ണടിച്ച് നികത്തിയെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ രാമപുരം ഭാഗത്തോട്ട് ജംഗ്ഷൻ ഭാഗത്തോട്ട് സ്കൂളിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ ഉള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് വരുമ്പോൾ താണ്ട് ഇവിടെ കുറച്ച് ഭാഗം ഒരു ടാർ ചെയ്തിട്ടില്ല. അവർ മെറ്റിലൊക്കെ ഇട്ട് നിരത്തി എടുത്തിട്ട് അവിടെ പ്രൈം കോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇടതുഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗവും ടാർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ലെവൽ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അണ്ടർപാസിൻ്റെ അടുത്തോട്ട് പോകുന്ന കയറ്റം കയറി പോവുകയാണ്. അപ്പം 2 സൈഡിലും ഇനി കുറച്ച് നീളത്തിലായിട്ട് തന്നെ റീറ്റൈനിങ് വാൾ വരും. പിന്നെ മണ്ണിട്ട് ഉയർത്തുന്ന
പണി വരും. ഇവിടെ 2 സൈഡിലും ഇനി സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. ഉടൻ തന്നെ ഇനി അതുവഴി വാഹനങ്ങൾ കടത്തി വിട്ടിട്ട് ഇനി ഇവിടെ മണ്ണടിച്ച് നികത്താനുള്ള പ്ലാനിലാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ രാമപുരം അണ്ടർപാസ് നിർമ്മാണം നടക്കുന്ന ഭാഗം കഴിഞ്ഞ് പിന്നെ ഇടതുഭാഗത്തുകൂടിയാണ് വാഹനങ്ങൾ അങ്ങോട്ട് കരുനാഗപ്പള്ളി ഭാഗത്തോട്ടും കായംകുളം ഭാഗത്തോട്ടും കുറച്ച് ദൂരം വരെ കടത്തി വിടുന്നത്. അപ്പം രാമപുരത്തെ അണ്ടർപാസ് കഴിഞ്ഞേച്ച് പിന്നെ കുറച്ചും കൂടെ പണി പൂർത്തിയായിട്ടുണ്ട്. നമുക്കിപ്പോൾ മുമ്പോട്ട് വരുമ്പോൾ കാണാം, നമ്മുടെ കഴിഞ്ഞ ഡ്രോൺ വീഡിയോയിൽ നിന്നും കുറച്ചും കൂടെ ഈ ഒരു ഭാഗത്ത് വലതുഭാഗത്തായിട്ട് തന്നെ 60 പാത വരുന്ന ഭാഗത്ത് ടാറിങ് കുറച്ചും കൂടെ പൂർത്തിയായിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത്രയും ഭാഗത്ത് മണ്ണ് അവരിട്ട് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങൾ ഇപ്പോഴും പഴയ റോഡിൽ കൂടിയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. പഴയ റോഡിൻ്റെ പകുതിയോളം ഭാഗം അവരിപ്പം ടാർ ചെയ്യുന്ന രീതിയിലായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ കണ്ട് ഇവിടെ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ കണ്ട് ഇവിടെ ഇടത്തെ സൈഡിൽ നിന്നും പിന്നെ സർവീസ് റോഡിൽ നിന്നും നേരെ മെയിൻ റോഡിലോട്ട് പഴയ റോഡിലോട്ട് വന്ന് ഇവിടെ വന്ന് കയറും. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങൾ പഴയ റോഡിൻ്റെ വലതുഭാഗത്തുകൂടിയാണ് കയറി വരുന്നത്. അപ്പോൾ ഈ 2 സ്ഥലവും വന്ന് കയറുന്നിടം കുറച്ച് ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ് അവിടെയും. അപ്പം നമ്മൾ രാമപുരം അണ്ടർപാസ് എത്തുന്നതിന് മുമ്പുള്ള സ്ഥലം പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെയും ചിലപ്പം ആക്സിഡൻ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ള സ്ഥലമാണ് അവിടെയും. അതായത് നമ്മൾ സർവീസ് റോഡിൽ നിന്ന് ഇറങ്ങി വന്ന് കയറുന്നതും പിന്നെ തെക്കുന്ന് വടക്കോട്ട് വരുന്ന വാഹനങ്ങൾ പിന്നെ വലത്തോട്ട് കയറിയാണ് വരുന്നത്. അപ്പം അവിടെ ഒരു ആക്സിഡൻ്റ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. പിന്നെ നമ്മളിനി നേരെ വരുന്നത് കരിയിലക്കുളങ്ങര ഭാഗത്തേക്കാണ് വരുന്നത്. അപ്പം ഇവിടെ ഇത്രയും പണി ഫിനിഷായിരിക്കുകയാണ്. പിന്നെ കരിയിലക്കുളങ്ങര ഭാഗത്തായിട്ട് വരുമ്പം വലതുഭാഗത്ത് ഇപ്പോഴും സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് മണ്ണടിച്ച് കുറച്ചും കൂടെ നികത്തി എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ചും കൂടെ ദൂരെ അവർ ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു പണി ഈ ഒരു ഭാഗത്തായിട്ട് നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട്. നേരത്തെ ഇത്രത്തോളം ടാർ ചെയ്തിട്ടില്ലായിരുന്നു. നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുന്ന വഴിക്ക് അവർ മണ്ണിട്ട് നികത്തി എടുത്തിട്ട് പിന്നെ മെറ്റിലൊക്കെ ഇട്ട് നിരത്തി ടാറിങ് ഘട്ടത്തിലോട്ട് എത്തി നിൽക്കുകയാണ്. കുറച്ച് ഭാഗത്തൊക്കെ അവർ പ്രൈം കോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോഴും നിലവിൽ പഴയ പോസ്റ്റ് ഇപ്പോഴും നിലവിൽ ഇടതുഭാഗത്തായിട്ടും വലതുഭാഗത്തായിട്ടും ഉണ്ട്. 2 സൈഡിലുമായിട്ട് തന്നെ പഴയ പോസ്റ്റ് ഇപ്പോഴും നിൽപ്പുണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ ദാണ്ടെ മുമ്പോട്ട് വരുമ്പം ഇടത്തെ സൈഡിലായിട്ട് ഒരു കണ്ടമുണ്ട്. ഒരു കണ്ടം നമുക്ക് അറിയാം, നേരത്തെ വീഡിയോയ്ക്കകത്ത് അവർ വൃത്തിയാക്കി എടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഇപ്പം അതിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. ഇനി അവിടെ ഡ്രൈനേജിൻ്റെ പണി പുരോഗമിക്കാനുണ്ട്. ഇനി മണ്ണിട്ട് നിരത്തേണ്ട പണിയൊക്കെ ഇടത്തെ സൈഡിലായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വലതുഭാഗത്ത് കുറച്ചും കൂടെ മണ്ണ് കൊണ്ടുവന്നിട്ട് നിരത്തി എടുത്തിട്ടുണ്ട്. നമ്മൾ കരിയിലക്കുളങ്ങര ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഇത്രയും മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഈ ഒരു ഭാഗത്തായിട്ട് മണ്ണ് കൊണ്ടുവന്നിട്ട് ഉയർത്തിയെടുത്തിട്ടുണ്ട്. നമ്മൾ കരിയിലക്കുളങ്ങര കഴിഞ്ഞ് ഇനി നേരെ പുത്തൻ റോഡ് ഭാഗത്തേക്കാണ് വരുന്നത്. ഇപ്പം ഇടത്തെ സൈഡിൽ കാണുന്നത് സ്പിന്നിങ് മില്ലാണ്. അപ്പം സ്പിന്നിങ് മില്ലിൻ്റെയൊക്കെ ഭാഗത്തായിട്ട് വരുമ്പം വലതുഭാഗത്തായിട്ട് തന്നെ ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും പോസ്റ്റുകളൊക്കെ ഒരുപാട് സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് നിൽപ്പുണ്ട്. അതൊക്കെ ഇനിയും എടുത്തു മാറ്റാനൊക്കെ ആയിട്ട് ബാക്കിയുണ്ട്. ഇവിടെ ഇനി ഇടതുഭാഗത്ത് കുറച്ചും കൂടെയൊക്കെ മണ്ണ് അടിച്ച് നികത്തേണ്ട പണികൾ ഒരുപാടുണ്ട്. ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ 2 സൈഡിലും പഴയ പോസ്റ്റ് ഇപ്പോഴും നിൽപ്പുണ്ട്. പുതിയ പോസ്റ്റ് ഇടതുഭാഗത്തായിട്ടൊന്നും സ്ഥാപിച്ചായിട്ട് കാണുന്നില്ല. പക്ഷേ വലത്തെ സൈഡിൽ പുതിയ പോസ്റ്റൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മളിപ്പം പുത്തൻ റോഡ് ഭാഗത്തുള്ള അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. വേറെ വലിയ പണിയൊന്നും ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇവിടെ ഇപ്പം ഇടത്തെ സൈഡിൽ പുതിയൊരു പെട്രോൾ പമ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ വേറൊരു പുതിയൊരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ നേരെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസമുദ്ര ഒഫീഷ്യലായിട്ട് കരാർ ഏറ്റെടുത്തിരിക്കുന്ന കൊറ്റുകുളങ്ങര ഭാഗത്തേക്കാണ് പിന്നെ നമ്മൾ വരുന്നത്. ഇവിടോട്ട് വരുമ്പോൾ പിന്നെ ഇടതുഭാഗത്ത് കുറച്ചും കൂടെ ഇവിടെ സർവീസ് റോഡ് വരുന്ന ഭാഗം ടാർ ചെയ്തിട്ടുണ്ട്. പിന്നെ മുമ്പോട്ട് വരുമ്പം ഇവിടെ മെയിൻ റോഡ് വരുന്ന ഭാഗത്തും കുറച്ച് ടാറ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ഭാഗത്തെ അപ്ഡേറ്റ്. പിന്നെ നമ്മൾ ഈ ഒരു വളവ് വരുന്ന ഭാഗത്തായിട്ട്, അതായത് കൊറ്റുകുളങ്ങര ഭാഗത്തായിട്ട് അടുക്കുമ്പം വലത്തേ സൈഡിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് അരിപ്പാട് മുതൽ കായംകുളം വരെയുള്ള വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം പണി നടക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മൾ മുമ്പോട്ട് വരുമ്പം. അതായത് നമ്മളിപ്പം ഈ വലത്തേ സൈഡിൽ കാണുന്ന ഈ ഒരു ഭാഗത്ത് നല്ല താഴ്ചയുള്ള ഭാഗമാണ്. അവിടെ അത്രയും മണ്ണിട്ട് ഉയർത്തണം. ഇപ്പം ഈ ഒരു ഭാഗത്തും മണ്ണ് കൊണ്ടുവന്ന് ഇട്ട് നിരപ്പാക്കുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല വലത്തേ സൈഡിൽ ക്രാഷ് ബാരിയർ നിർമ്മാണവും ഡ്രൈനേജിൻ്റെ പണിയും കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട്. നമ്മളിനി നേരെ വരുന്നത് കായംകുളം ഭാഗത്തേക്കാണ് വരുന്നത്. അപ്പോൾ കായംകുളം ഭാഗത്തേക്ക് വരുമ്പം എനിക്ക് തോന്നിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലൊക്കെ തന്നെയുള്ള പണികളാണ് നടന്നത്. കുറച്ചും കൂടെ എനിക്ക് തോന്നിക്കുന്ന ക്രാഷ് ബാരിയർ നിർമ്മാണം വലതുഭാഗത്തായിട്ട് കുറച്ചും കൂടെ ഫിനിഷായിട്ടുണ്ട്.
നമ്മളിനി നേരെ വരുന്നത് MSM കോളേജിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. ഇവിടുന്ന് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഈ കാണുന്ന രീതിയിലൊക്കെ തന്നെയുള്ള പണികളാണ് നടക്കുന്നത്. കുറച്ച് ബോക്സ് കൾവർട്ടൊക്കെ ഇവിടെ ഇപ്പോഴും ഇരിപ്പുണ്ട്. അപ്പം കലുങ്കിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കാനുണ്ട്. പിന്നെ MSM കോളേജിൻ്റെ അടുത്തായിട്ട് വരുമ്പം ഇടതുഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തേക്ക് പണികൾ കുറച്ചും കൂടെയൊക്കെ പുരോഗമിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ വരുന്നിടത്ത് ഒരു ക്രെയിൻ കിടക്കുന്നത് കാണാൻ പറ്റും. ആ ഒരു ഭാഗത്തായിട്ടായിരുന്നു കുറച്ച് ഗർഡറുകളുടെ നിർമ്മാണം പൂർത്തിയായി കിടന്നത്. അപ്പം ആ ഒരു ക്രെയിൻ ഇപ്പം ഗർഡറുകൾ വാഹനത്തിൽ കയറ്റിയിട്ട് ഇപ്പം കായംകുളത്തെ പാലത്തിൻ്റെ മുകളിലായിട്ട് സ്ഥാപിക്കുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇപ്പം MSM കോളേജിൻ്റെ മുമ്പിലായിട്ടുള്ള സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി കണ്ട് ഇത്രത്തോളം ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി നമ്മൾ നേരെ കായംകുളം പാലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. ഇവിടെയൊക്കെ ഇനി പറയാനായിട്ട് വേറെ പണികളൊന്നുമില്ല, ഇതേപോലെ തന്നെ നിൽക്കുകയാണ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ONK ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണമോ അല്ലെങ്കിൽ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെയായിട്ടും തുടങ്ങിയിട്ടില്ല. പക്ഷേ നമ്മൾ കായംകുളം പാലത്തിൻ്റെ 2 സൈഡിലുമായിട്ട് സർവീസ് റോഡ് കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് അവിടെ ചെറിയ പാലം ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എത്രത്തോളം സത്യമാണെന്ന് അറിയത്തില്ല. നമ്മുടെ ആയത്തിൽ ജംഗ്ഷനിലൊക്കെ കണ്ടതുപോലെ. അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഗർഡറുകൾ വെക്കുന്ന പണി ഇപ്പം ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് പുതിയൊരു അപ്ഡേറ്റാണ്. അപ്പോൾ ഉടൻ തന്നെ ബാക്കിയുള്ള ഗർഡറുകൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെ തുടങ്ങുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മളിനി നേരെ വരുന്നത് കായംകുളം ബസ് സ്റ്റാൻഡ് കഴിഞ്ഞേച്ച് കായംകുളം ഭാഗത്തുള്ള അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. ഇവിടെ വലത്തേ സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ടാണ് ഇപ്പോഴും പണി നടക്കുന്നത്. ഇതാണ് നമ്മുടെ പുതിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് പ്രധാനമായിട്ടും ചെയ്യാനുള്ള കുറച്ച് സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടമ്പാട്ടുകോണം മുതൽ ചാത്തന്നൂർ വരെയൊക്കെയുള്ള വീഡിയോസ് ചെയ്യാനുണ്ട്. അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും, കാത്തിരിക്കുക.